ഇത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ അറബി തങ്ങളൊക്കെ പറയുന്നുണ്ട്, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സന്ദർഭത്തിൽ നിസ്കാരത്തിൽ മറന്നില്ലെന്ന്. പല സന്ദർഭത്തിൽ അവിടുന്ന് 2 റക്അത്ത് കഴിയുമ്പോൾ സലാം കിട്ടുന്നുണ്ട്. ഒരു സഹാബി വരെ എഴുന്നേറ്റ് നിന്ന് ആ കുസറത്തി സ്വലാത്തു നസീത യാ റസൂലല്ലാഹ്, നിസ്കാരം 2 ചുരുക്കിപ്പോയോ അതോ അങ്ങ് മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എപ്പോഴും വഹയി വരും. 4 റക്അത്തുള്ള നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുക 2 മതിയെന്ന് കൽപ്പന വന്നോന്ന് അറിയില്ല. അതുകൊണ്ട് ആ കുസറത്തി സ്വലാ, ഈ നിസ്കാരത്തിന്റെ മധ്യ നിസ്കാരത്തിന്റെ റക്അത്ത് 2 ചുരുക്കിപ്പോയോ അംനസീത യാ റസൂലല്ലാഹ്, അതോ മറന്നുപോയോ എന്ന് ചോദിക്കുന്നത്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഒന്ന് പ്രായോഗികമായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, ആ മസല പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മറപ്പിച്ചതാണ് ആയിരിക്കും. ഇബ്നു കസീർ അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ മറന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു പലതും ആലോചിക്കുന്നുണ്ട്. ഇതാണ് മനുഷ്യനെന്ന് പറയണം. അതുകൊണ്ടാ മലക്കായിട്ട് ദൂതർ വരാതിരുന്നത്. 17-ാം അധ്യായം അൽ-ഇസ്രാഇന്റെ 90 മുതലുള്ള വാക്യങ്ങളിൽ മലക്കുകൾ ഇറക്കിക്കൂടെ? എന്തേ നമ്മുടെ കൂട്ടത്തിൽ വളർന്ന് നമുക്കിടയിൽ ജീവിച്ച് നമ്മുടെ ഈ ഗോത്രപരമായ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ഖുറൈശിപ്പെട്ടൊരു മുഹമ്മദ് വന്നു എന്ന് അവർക്ക് ആശങ്കയുണ്ട്. മലക്കിറങ്ങിയ പോലെ എന്ന്. മലക്കിറങ്ങിയ പോരാ. കാരണം ലാ അക്ല വലാ ശുറുബ വലാ നൗമ ലഹും, അവർക്ക് ഉറക്കില്ല, അവർക്ക് വെള്ളം വേണ്ട, അവർക്ക് ഭക്ഷണം വേണ്ട, അവർക്ക് ലൈംഗിക ബന്ധത്തിന്റെ ജന്മന അവർക്ക് അതിന് താല്പര്യമില്ല, അത് നടത്താൻ കഴിയില്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ, അല്ലാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി ഒരു നിലക്കും പ്രവർത്തിക്കാൻ പറ്റൂല അവർക്ക്. അങ്ങനത്തെ മലക്ക് വന്നിട്ട് ഇതേ റമദാനായി, ഇനി മുതൽ 30 ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നോമ്പ് നോൽക്കണം, ഞാനും നോൽക്കണതാന്ന് പറഞ്ഞാൽ അതിനൊരു പ്രസക്തിയില്ല. കാരണം മലക്കിന് ഭക്ഷണം വേണ്ടല്ലോ, വെള്ളം വേണ്ടല്ലോ. ഈ ദീന് പ്രായോഗികമാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല മലക്കാണ് ദഅവത്തിന് വന്നതെങ്കിൽ. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് മലക്ക് പറയുകയാണെങ്കിൽ മലക്കിന് ക്ഷീണമല്ല, അവരെ ഏൽപ്പിച്ച ധർമ്മം നിർവഹിച്ചു കൊണ്ടേയിരിക്കും. മനുഷ്യൻ അങ്ങനെയല്ല, ക്ഷീണുണ്ട്, അവന് താല്പര്യങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, മോഹഭംഗങ്ങളുണ്ട്. അതൊക്കെ അനുസരിച്ച് അവന്റെ ഈ ജീവിതത്തിൽ നിലവാരത്തിലും അവന്റെ സമീപനങ്ങളിലും മാറ്റം വരും. ഇതിനെയൊക്കെ തരണം ചെയ്തു വേണം അവന് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ. ആ മലക്ക് തഹജ്ജുദ് നിസ്കരിക്കണം, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുന്നു പറഞ്ഞാൽ അത് തീരെ പ്രായോഗികമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് ദൂതന്മാരെ പറഞ്ഞയക്കുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരാകുന്നു എന്നല്ല, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാകുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലയിടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ നിസ്കാരത്തിൽ ചിലതൊക്കെ ഓർക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ നിസ്കാരത്തിന് മുന്നിൽ നിസ്കരിച്ചിട്ട് സലാം വീട്ടി കഴിഞ്ഞാൽ മബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഫിസ്സമാ, എന്താ നിസ്കാരത്തിൽ മേപ്പെട്ട് വെക്കണ കുറെ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നുണ്ട്. നിസ്കാരത്തിൽ ബാക്കിൽ നിന്നുള്ള മുകളിലേക്കുള്ള നോട്ടം അവിടുന്ന് കാണുന്നുണ്ട്. ഇന്നീ അറാക്കും മിൻ വറാഇ, ഞാൻ മുമ്പിൽ നിന്നെന്ന പോലെ നിങ്ങളെ പിറകിൽ നിന്നും കാണുന്നുവെന്ന് ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട്. ലാ അഖ്ഫാ അലയ്യ ഖുശൂഅക്കും, നിങ്ങളുടെ ഭക്തി എനിക്ക് ഗോപ്യമല്ലെന്ന് റസൂൽ തങ്ങൾ പറയുന്നുണ്ട്. അതായത് ഓരോരുത്തരുടെ ഭക്തി, അവരുടെ വിനയം, അവർക്ക് നിസ്കാരത്തിൽ എത്രയൊക്കെ ഖുശൂ ഉണ്ട്, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധ മാറുമ്പോഴേക്ക് നരകത്തിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് വിശ്വാസികളെ പ്രയാസപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്നാൽ ഖുശൂ വേണ്ടേ? വളരെ കൂടുതലായി വേണം താനും. അതാണ് നിസ്കാരത്തിന്റെ ആത്മാവ്.